ഈ മഞ്ഞുകാലമാകുമ്പോൾ അതിർത്തിയിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം പിന്നെയും ഉണ്ടാകുമോ എന്നുള്ള ഭയം നമുക്ക് ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനായി പാക് ഭീകരർ തയ്യാറെടുക്കുന്നുവെന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പറയുന്നു. പാക് അധീന കാശ്മീരിൽ ലോഞ്ച് പാഡുകൾ വീണ്ടും സജീവമായെന്നാണ് BSFന്റെ റിപ്പോർട്ട്. ഭീകരർക്ക് തിരിച്ചടി നൽകാൻ തങ്ങളുടെ സേന സജ്ജമാണെന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വ്യക്തമാക്കി. ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഏത് നീക്കവും നന്നായി ചെറുക്കപ്പെടും എന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് ഒളിപ്പോരാണ് എപ്പോഴും അവർ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ ഒളിപ്പോർ യുദ്ധത്തിനും ഇന്ത്യ മുന്നിലാണ് എന്നുള്ള കാര്യം പാക് ഭടന്മാർക്കും തീവ്രവാദികൾക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് BSFന്റെ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. SKN, ഈ മഞ്ഞുകാലം അടുക്കുന്നതോടുകൂടി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ ഈ മഞ്ഞിനെ മറയാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരാക്രമണങ്ങൾ നടത്തുന്നത് പതിവാണ്. ഇത്തവണയും സമാനമായ നീക്കത്തിന് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദികൾ തയ്യാറെടുക്കുന്നു എന്നാണ് BSF റിപ്പോർട്ട് ചെയ്യുന്നത്. 72 ലോഞ്ച് പാഡുകൾ അത് പാക് അധീന കശ്മീരിലും ഒപ്പം തന്നെ പാകിസ്ഥാനിലുമായി വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുന്നു എന്നാണ് BSF റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 12ഓളം ലോഞ്ച് പാഡുകൾ സ്ഥിതി ചെയ്യുന്നത് സിയാൽകോട്ട്, സഫർവാൾ അന്താരാഷ്ട്ര അതിർത്തികൾക്ക് സമീപവും മറ്റ് 60ഓളം ലോഞ്ച് പാഡുകൾ സ്ഥിതി ചെയ്യുന്നത് പാക് അധീന കശ്മീരിലുമാണ്. ഈ ലോഞ്ച് പാഡുകളാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് തൊട്ടു മുമ്പായി ഭീകരവാദികൾ തങ്ങുന്ന ഇടം. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ സൈനികരുടെ കൂടി പിന്തുണയോടെ നുഴഞ്ഞു കയറാറുള്ളത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അതിർത്തിയിലുള്ള ഇത്തരത്തിലുള്ള ലോഞ്ച് പാഡുകളിലേക്കും ഒപ്പം തന്നെ പാക് അധീന കശ്മീരിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കും വ്യാപകമായ ആക്രമണം ഇന്ത്യ നടത്തുകയും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഈ ലോഞ്ച് പാഡുകളും ഭീകരവാദ കേന്ദ്രങ്ങളും തകരുകയും ചെയ്തിരുന്നു. തുടർന്ന് പാകിസ്ഥാൻ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിൽ നിന്നും പാകിസ്ഥാന്റെ ഉൾഭാഗത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ 7 മാസങ്ങൾക്ക് ശേഷം ഇവ വീണ്ടും സജീവമാകുന്നു എന്നാണ് BSF റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായും BSF വ്യക്തമാക്കുന്നുണ്ട്. ഈ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി പ്രത്യേക നിരീക്ഷണം, അത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോ ഒപ്റ്റിക്കൽ തെർമലുകൾ, UAVകൾ, റഡാറുകൾ എന്നിവ ഉപയോഗിച്ചുള്ള നിരീക്ഷണം BSF നടത്തുന്നുണ്ട്. ഈ പാക് ഭീകരവാദികളെ തടയാൻ ഒരു ഓപ്പറേഷൻ സിന്ദൂർ സമാനമായ നീക്കത്തിന് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ആവർത്തിക്കുന്നതിനും BSF തയ്യാറാണ് എന്നാണ് BSF വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.